ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പോസ് വേൾഡ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് സിന്നമോൺ പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ താണ്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും കനം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാലെടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ആപ്പിൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ആ ഫ്രൈ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ജസ്റ്റ് 2 സൈഡും ഒന്ന് ഒരേപോണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട, 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് അരമുറി നാരങ്ങ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ സിന്നമൺ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സിന്നമൺ പൗഡർ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. നല്ലതായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ ആപ്പിൾ ഫ്രൈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.